ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത് എന്ന ചാപ്റ്ററിലെ 3rd പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിച്ചു അല്ലേ, അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ. അതുപോലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്, പിന്നെയോ ഗ്ലോബൽ വാർമിംഗ് പഠിച്ചു അല്ലേ, ആഗോളതാപനം. എന്തായിരുന്നു ആഗോളതാപനം? അന്തരീക്ഷത്തിൻ്റെ താപനില ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ടത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അതുപോലെ ഓസോൺ അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഒന്നായ ഓസോണിനെ കുറിച്ചാണ്. ഓസോൺ ആസ് ആൻ അംബ്രല ഫോർ ദ എർത്ത്, ഭൂമിക്ക് കുടയായി ഓസോൺ. ഈ ഓസോൺ ഗ്യാസ് അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു ലെയറായാണ് കാണപ്പെടുന്നത്. ദ ഓസോൺ ഗ്യാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ ആസ് എ ലെയർ. അപ്പോൾ അതുകൊണ്ട് ഈ ലെയറിനെ ഓസോൺ ലെയർ എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ ഒരു പാളിയായി ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിനാൽ ഇതിനെ ഓസോൺ പാളി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഓസോൺ ലെയർ എന്ന് മനസ്സിലായല്ലോ. As the ozone gas is concentrated in the upper atmosphere as a layer, it is called ozone layer. ഇനി ഈ ഓസോൺ ലെയറിൻ്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലൈഫ് ഫോംസ് ഓഫ് ദ എർത്ത് ബൈ അബ്സോർബിംഗ് ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ഓസോൺ ഫോർമേഷൻ എങ്ങനെയാണ്? ഓസോൺ രൂപീകരണം. അന്തരീക്ഷത്തിൽ ഓക്സിജൻ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ മോളിക്യൂളായിട്ട് അല്ലേ, O2 എന്ന ഫോമിലാണ്. 2 ഓക്സിജൻ ആറ്റംസ് ചേർന്ന് ഓക്സിജൻ്റെ തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസിന് ഈ ഓക്സിജൻ മോളിക്യൂൾസിനെ വിഘടിപ്പിച്ച് സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസാക്കി മാറ്റുന്നു. ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. അതെങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിച്ച് എന്താക്കുന്നത്? ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകളാക്കി മാറ്റുന്നത്. മനസ്സിലായോ? ദീസ് സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസ് റിയാക്ട് വിത്ത് ഓർഡിനറി ഓക്സിജൻ മോളിക്യൂൾസ് ടു ഫോം ട്രൈ അറ്റോമിക് ഓസോൺ ഗ്യാസ്. ഇതാ നോക്കൂ, അന്തരീക്ഷത്തിലെ ഓക്സിജൻ മോളിക്യൂൾ അല്ലേ, O2 എന്ന ഓക്സിജൻ മോളിക്യൂൾസിനെ അൾട്രാവയലറ്റ് റേസ് എന്ത് ചെയ്തു? സിംഗിൾ ഓക്സിജൻ ആറ്റംസ് ആക്കി മാറ്റി, ഏക അറ്റോമിക ഓക്സിജനാക്കി മാറ്റി. ഇതാ കണ്ടോ, O+O 2 സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസായി മാറി. ഇനി സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾ എന്ത് ചെയ്യും? ഈ 2 ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ മോളിക്യൂൾസുമായിട്ട് പ്രവർത്തിച്ച് എന്തായി മാറും? ട്രൈ അറ്റോമിക് ഓസോൺ ഗ്യാസായി മാറും. ഈ 3 ഓക്സിജൻ ആറ്റംസ് ചേരുമ്പോഴാണ് അതിൻ്റെ ഓസോൺ ഗ്യാസ് എന്ന് പറയുന്നത്. ഓസോൺ. മനസ്സിലായോ? ഈ പ്രോസസ്സിനെ ഓസോണൈസേഷൻ എന്നാണ് പറയുന്നത്. ഓസോണീകരണം. എന്താണ് ഓസോണൈസേഷൻ? അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എബൌട്ട് 20 to 50 കിലോമീറ്റർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ സ്പ്ലിറ്റ്സ് അപ്പ് ഓർഡിനറി ഓക്സിജൻ മോളിക്യൂൾസ് ടു സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസ്. ദീസ് സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസ് റിയാക്ട് വിത്ത് ഓർഡിനറി ഓക്സിജൻ മോളിക്യൂൾസ് ടു ഫോം ട്രൈ അറ്റോമിക് ഓസോൺ ഗ്യാസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഓസോണൈസേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്? ഈ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്: ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം; ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, ആഹാര ശൃംഖലയുടെ തകർച്ച; ക്രോപ്പ് ഫെയിലുവർ, കൃഷിനാശം; സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, സസ്യവളർച്ച മുരടിക്കൽ; പ്രിമച്വർ ഏജിംഗ്, അകാല വാർദ്ധക്യം; ബ്ലൈൻഡ്നെസ്, അന്ധത അല്ലെങ്കിൽ നിശാതിമിരം; സ്കിൻ ക്യാൻസർ, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളാണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേസിനെ ഭൂമിയിലെത്താതെ തടഞ്ഞു നിർത്തുന്നത് ഈ ഓസോൺ ലെയറാണ്. മനസ്സിലായോ? അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള ഓസോൺ ലെയറാണ്. എന്നാൽ റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രേസ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, പെയിൻറ്റ് ഇവയെല്ലാം എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ
അതുപോലെ ഹാലോൺ എന്ന വാതകങ്ങളുടെ സോഴ്സസ് ആണ്, ഉറവിടങ്ങളാണ്. ഈ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? സച്ച് ഗ്യാസസ് കുഡ് റിമെയിൻ അൺആൾട്ടേർഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഫോർ എ ലോങ് ടൈം. ഇവയ്ക്ക് ഒരുപാട് നാൾ അന്തരീക്ഷത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കാൻ കഴിയും. അപ്പോൾ ഉയർന്ന വിതാനങ്ങളിലേക്ക് എത്തുന്ന ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളാൽ വിഘടിച്ച് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളായി മാറ്റപ്പെടുന്നു. അപ്പോൾ ഒരുപാട് നാൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഈ ക്ലോറോ ഫ്ലൂറോ കാർബണും ഹാലോണും ഒക്കെ എന്ത് ചെയ്യുന്നു? റൈസിംഗ് ടു ദ അപ്പർ അറ്റ്മോസ്ഫിയർ റിയാക്ട് വിത്ത് അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ ടു ഫോം chlorine and bromine. It is estimated that each chlorine atom is capable to decay about 1 lakh of ozone molecules. ഓരോ ക്ലോറിൻ ആറ്റത്തിനും 1,00,000 ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ ബ്രോമിൻ ഈസ് 40 times more reactive than ക്ലോറിൻ. ക്ലോറിനേക്കാൾ 40 മടങ്ങ് റിയാക്റ്റീവ് ആണെന്ത്? ബ്രോമിൻ. മനസ്സിലായോ? അപ്പോൾ ക്ലോറിനും ബ്രോമിനും ഓസോൺ മോളിക്യൂൾസിനെ വിഘടിപ്പിക്കുന്നു. ദിസ് ഡെപ്ലീഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ഓസോൺ ലെയർ ഈസ് കോൾഡ് ആസ് ഓസോൺ ഹോൾ. ഇങ്ങനെ ഓസോൺ പാളിയിലുണ്ടാകുന്ന ശോഷണത്തെ ഓസോൺ സുഷിരം എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഓസോൺ ഹോൾ അഥവാ ഓസോൺ സുഷിരം? ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന ശോഷണം അല്ലേ? ഡെപ്ലീഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ഓസോൺ ലെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസും ഹാലോൺസും ആണ് എന്ത്? ഈ ഡെപ്ലീഷന് കാരണമാകുന്ന ഗ്യാസസ്. ഈ ഗ്യാസസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റെഫ്രിജറേറ്ററുകൾ, അതുപോലെ എയർ കണ്ടീഷനേഴ്സ്, പിന്നെയോ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ്റ്, ഇവയിൽ നിന്നാണ് ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസും ഹാലോൺസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓസോൺ പാളിയെ സംരക്ഷിക്കണം. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടായാൽ അതുവഴി അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിലെത്തി ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടാക്കും. അൾട്രാ വയലറ്റ് റേസിൻ്റെ ദോഷങ്ങൾ പഠിച്ചില്ലേ? ഓസോൺ സുഷിരത്തിന് കാരണമാകുന്ന വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനും അതുപോലെ എന്താണ് ഓസോണിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കണം. അപ്പോൾ ഇങ്ങനെ to create awareness on the need of conservation of ozone and to control the use of products leading to ozone depletion, 16th September of every year is observed as World Ozone Day. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി. വേൾഡ് ഓസോൺ ഡേ എന്നാണ്? 16th സെപ്റ്റംബർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്തരീക്ഷത്തിലെ ഘടകങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ പോലെ തന്നെ സവിശേഷമായ ഘടന കൊണ്ടും നമ്മുടെ അന്തരീക്ഷം ജീവജാലങ്ങൾക്ക് നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു. ജസ്റ്റ് ലൈക്ക് ദ കോമ്പോസിഷൻ, ദ സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഓൾസോ ഈസ് ക്രിട്ടിക്കലി ഇൻഫ്ലുവൻസിങ് ദ ലൈഫ് ഫോംസ് ഓഫ് ദ എർത്ത്. അപ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം? അന്തരീക്ഷത്തിൻ്റെ ഘടന. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. ദ കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് സംവാട്ട് യൂണിഫോം അപ് ടു about 90 kilometers from the surface of the earth. This part of the atmosphere is called ഹോമോസ്ഫിയർ. അപ്പോൾ എന്താണ് ഹോമോസ്ഫിയർ? ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെയുള്ള ഭാഗം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? The composition of the atmosphere is somewhat uniform up to 90 kilometers from the surface of the earth. മനസ്സിലായോ? അപ്പോൾ ഹോമോസ്ഫിയർ മനസ്സിലായി. സർഫസ് ഓഫ് ദ എർത്തിൽ നിന്നും 90 കിലോമീറ്റേഴ്സ് വരെയുള്ള ഭാഗം. ബിയോണ്ട് ദിസ് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ദ ഗ്യാഷ്യസ് കോമ്പോസിഷൻ. അപ്പോൾ ഈ 90 കിലോമീറ്റേഴ്സിനപ്പുറം വാതകങ്ങളുടെ സംരചനയിൽ ഐക്യരൂപ്യമില്ല എന്ന് വെച്ചാൽ നോ യൂണിഫോമിറ്റി ഇൻ ദ ഗ്യാഷ്യസ് കോമ്പോസിഷൻ. സോ ദ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ബിയോണ്ട് 90 കിലോമീറ്റർ ഫ്രം ദ എർത്ത് ഈസ് കോൾഡ് ആസ് ഹെറ്ററോസ്ഫിയർ. അതുകൊണ്ട് തന്നെ 90 കിലോമീറ്ററിന് ഉയരത്തിലേക്കുള്ള അന്തരീക്ഷ ഭാഗത്തെ എന്തു പറയുന്നു? ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് ഹോമോസ്ഫിയർ, എന്താണ് ഹെറ്ററോസ്ഫിയർ? രണ്ടും മനസ്സിലായല്ലോ. ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഡിഫറെൻറ്റ് ലെവൽസിലെ ടെമ്പറേച്ചർ അനുസരിച്ച് അറ്റ്മോസ്ഫിയറിനെ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് തിരിച്ചിരിക്കുന്നു.
വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്, സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുമാണ് പഠിക്കാൻ പോകുന്നത്. ഈച്ച് ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിജിനസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ അന്തരീക്ഷ മണ്ഡലത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് എത്രത്തോളം പ്രയോജനകരമാണെന്നും ഓരോ ലെയറിൻ്റെയും പ്രത്യേകത എന്താണ്, അല്ലെ, ഓരോ മണ്ഡലത്തിൻ്റെയും സവിശേഷത എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദ എർത്ത്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഇത് ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. മനസ്സിലായോ? എർത്ത് സർഫസിൽ നിന്നും 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ഹൈറ്റ് ഓഫ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻസ് ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. എത്ര കിലോമീറ്റർ വരെയാണ്? ഏകദേശം 18 കിലോമീറ്റർ വരെ. മനസ്സിലായോ? നമ്മൾ നേരത്തെ എർത്ത് സർഫസിൽ നിന്നും 13 കിലോമീറ്റർ ഉയരം വരെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞത്. എന്നാൽ ഇക്വറ്റോറിയൽ റീജിയണിൽ എങ്ങനെയാണ്? ഏകദേശം 18 കിലോമീറ്റർ വരെയാണ് ഈ ലെയർ വരുന്നത്. എന്തുകൊണ്ടാണ്? ഇക്വറ്റോറിയൽ റീജിയണിൽ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് ഉയരുന്നു, വ്യാപിക്കുന്നു. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ആൻഡ് ക്ലൈമറ്റിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എക്സെട്ര ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രതിഭാസങ്ങളായ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് ഇതൊക്കെ നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവരി 165 meters ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ദിസ് ഈസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 degree Celsius എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക്. എന്താണത്? ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം കൂടും തോറും 1 degree Celsius എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. 330 മീറ്റർ ഉയരത്തിലോട്ട് പോകുമ്പോൾ 2 degree Celsius. ഇങ്ങനെ ഓരോ 165 മീറ്ററിലും 1 degree Celsius എന്ന തോതിൽ താപം കുറയുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ട്രാൻസിഷൻ സോൺസ് എന്താണെന്ന് നോക്കാം. ട്രാൻസിഷൻ സോൺസ് ആർ ദ പാർട്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ സെപ്പറേറ്റിംഗ് ദ മേജർ അറ്റ്മോസ്ഫെറിക് ലെയേഴ്സ്. പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് എന്ത്? ട്രാൻസിഷൻ സോൺസ്. സംക്രമണ മേഖലകൾ. ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ് ആൻഡ് മിസോപാസ് ആർ ദ റെസ്പെക്റ്റീവ് ട്രാൻസിഷൻ സോൺസ് ബിറ്റ്വീൻ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഇപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയർ പഠിച്ചു. ബാക്കിയുള്ള ലെയേഴ്സാണ് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയേഴ്സിനും ഇടയിൽ കാണപ്പെടുന്ന ട്രാൻസിഷൻ സോൺസ് ആണ് ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ് ആൻഡ് മിസോപാസ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയർ എന്ന ലെയറിന് മുകളിൽ കാണപ്പെടുന്ന ട്രാൻസിഷൻ സോൺ ഏതാണ്? ട്രോപ്പോപാസ് ആണ്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബോവ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപാസ്. ഇനി ആ ടെക്സ്റ്റിൽ 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. ഗീവ് റീസൺ ഫോർ ദ കമ്പാരിറ്റീവ്ലി ലോ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് അറ്റ് പ്ലേസസ് സച്ച് ആസ് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ എക്സെട്ര. എന്താണ്? ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ താരതമ്യേന കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ ഇവയൊക്കെ നല്ല ഉയരമുള്ള പ്രദേശങ്ങളിലാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. അതുകൊണ്ടാണ് അവിടെ താപം കുറവ് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? എന്തു പറയാം? ഊട്ടി, കൊടൈക്കനാൽ ആൻഡ് മൂന്നാർ സിറ്റുവേറ്റ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. As altitude of place increases, temperature decreases. So, low temperature is experienced there. മനസ്സിലായോ? അടുത്ത് estimate the temperature at Anamudi if the sea level temperature is given as 32 degree Celsius. സമുദ്രനിരപ്പിൽ താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആനമുടിയിലെ താപനില എത്രയായിരിക്കും?
ആനമുടി എത്ര ഓൾട്ടിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നത്? 2695 മീറ്റർ. സീ ലെവൽ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ ആനമുടിയിലെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? നമുക്കറിയാം ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 1 ഡിഗ്രി സെൽഷ്യസ് ഫോർ എവരി 165 മീറ്റർ ഓഫ് ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഓരോ 165 മീറ്റർ ഉയരത്തിലോട്ട് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫോർ 2695 മീറ്ററിൽ എത്രയായിരിക്കും? 2695 ബൈ 165 16.3 ഡിഗ്രി സെൽഷ്യസ് കുറവ് വരും ടെമ്പറേച്ചറിൽ. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് ആനമുടി എത്രയാണ്? സീ ലെവൽ ടെമ്പറേച്ചറായ 32 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഈ കുറവ് വരുന്ന ടെമ്പറേച്ചർ മൈനസ് ചെയ്യണം. 16.3 ഡിഗ്രി സെൽഷ്യസ് മൈനസ് ചെയ്യുമ്പോൾ 15.7 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ആനമുടിയിലെ ടെമ്പറേച്ചർ. മനസ്സിലായോ? സീ ലെവലിൽ 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. എന്നാൽ ആനമുടി എത്ര ഹൈറ്റിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹൈറ്റിൻ്റെ കുറവ് ടെമ്പറേച്ചറിൽ ഉണ്ടാവും. അതെന്ത് ചെയ്യണം? സീ ലെവലിൽ നിന്നും മൈനസ് ചെയ്യണം. അടുത്ത ലെയർ സ്ട്രാറ്റോസ്ഫിയർ ആണ്. എക്സ്റ്റെൻഡ്സ് അപ് ടു എ ഹൈറ്റ് ഓഫ് എബൌട്ട് 50 കിലോമീറ്റർ ഫ്രം ദ എർത്ത് ആൻഡ് ലൈസ് എബവ് ദ ട്രോപ്പോപാസ്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിൽ ട്രോപ്പോപാസ് ആണെന്ന്. അപ്പോൾ ട്രോപ്പോപാസിൽ നിന്ന് തുടങ്ങി 50 കിലോമീറ്റർ ഉയരം വരെയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഓരോന്നിൻ്റെയും ഹൈറ്റ്, അതായത് ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. In the lower parts of the stratosphere, there is no change in temperature with altitude. This zone is called isothermal zone. Beyond this, there is increase in temperature with altitude. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് സമതാപ മേഖല? സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ, in the lower parts of the stratosphere, there is no change in temperature with altitude. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയാണ് സമതാപ മേഖല. അപ്പോൾ സമതാപ മേഖല എവിടെയാണ് വരുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്ത് നോക്കൂ. ഓസോൺ ലെയർ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദിസ് ലെയർ അബ്സോർബ്സ് ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം റീച്ചിങ് ദ എർത്ത്. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ ലെയർ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദിസ് ലെയർ എന്ത് ചെയ്യുന്നു? അബ്സോർബ്സ് ദ ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം റീച്ചിങ് ദ എർത്ത്. അലോസ് ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ജെറ്റ് എയർക്രാഫ്റ്റ്സ് ത്രൂ ക്ലിയർ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എയർ ഗട്ടേഴ്സ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സോൺ ഏതായിരിക്കും? ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് സ്ട്രാറ്റോപാസ് അല്ലേ? സ്ട്രാറ്റോപാസ് ആണ് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള ട്രാൻസിഷൻ സോൺ. മനസ്സിലായല്ലോ? ഇനി മിസോസ്ഫിയർ ആണ്. എക്സ്റ്റെൻഡ്സ് ഫ്രം എബൌട്ട് 50 to 80 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്നും 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് ദ മിസോപാസ്. എന്താണ്? ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന മേഖല ഏതാണ്? മിസോപാസ്. മനസ്സിലായോ? എത്രയാണ്? -80 ഡിഗ്രി സെൽഷ്യസ് ടു -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുറഞ്ഞ താപനില. ദ മിറ്റിയോഴ്സ് ഓൺ റീച്ചിങ് ദ മിസോസ്ഫിയർ ഗെറ്റ്സ് ബേൺഡ് ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഉൽക്കകൾ മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. അപ്പോൾ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി എവിടെയാണ്? മിസോസ്ഫിയറിലാണ്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ മിസോസ്ഫിയർ ഈസ് കോൾഡ് മിസോപാസ്. മിസോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്ന ട്രാൻസിഷൻ സോൺ അല്ലേ, സംക്രമണ മേഖലയാണ് മിസോപാസ് എന്നറിയപ്പെടുന്നത്. ഇനി തെർമോസ്ഫിയർ ആണ്. എക്സ്റ്റെൻസ് ഫ്രം എബൌട്ട് 80 to 600 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ്. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ഏത്? തെർമോസ്ഫിയർ.
There is considerable increase in temperature with altitude. ഉയരം കൂടുന്തോറും ഇവിടെ താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. അപ്പോൾ ഉയരത്തിനനുസരിച്ച് താപനില ഇവിടെ വർദ്ധിക്കുന്നു. The lower part of the thermosphere is known as ionosphere. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയോണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അയോണോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. മനസ്സിലായോ? അപ്പോൾ അയോണോസ്ഫിയറിൽ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്ന അയോണോസ്ഫിയർ ആണ്. മനസ്സിലായോ? അത് ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അന്തരീക്ഷത്തിലെ പാളികളാണ്, അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ് ഏതൊക്കെ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഓരോ ലെയറിലും ഓൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നുള്ള വർക്ക്ഷീറ്റാണ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ഓരോന്നും ഏതേത് അന്തരീക്ഷ മണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് യോജിച്ച കളങ്ങളിൽ ടിക്ക് രേഖപ്പെടുത്തുക. മനസ്സിലായോ? Put tick mark in the appropriate columns by identifying the atmospheric layer to which the given statements are related. അപ്പോൾ ഇത് അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ പഠിച്ചതിൽ നിന്നും എന്താണ് മനസ്സിലായത്? ദ യുണീക്ക് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഹാസ് ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസ് അപ്പോൺ ദ സസ്റ്റനൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. അന്തരീക്ഷത്തിൻ്റെ വിശേഷ ഘടനയും അതുപോലെ കോമ്പോസിഷൻ സംരചനയും നമ്മുടെ നിലനിൽപ്പിനെ നിർണായകമായി സ്വാധീനിക്കുന്നു. അപ്പോൾ വരും തലമുറകൾക്കും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ അന്തരീക്ഷത്തിൻ്റെ സന്തുലനം നിലനിർത്തിയേ മതിയാവൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ജീവിതക്രമമായിരിക്കണം നമ്മുടേതും. മനസ്സിലായോ? ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ പഠിച്ചു. അതിൽ ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ കണ്ടൻറ്റ് പഠിച്ചു അല്ലേ? അതുപോലെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണ്, അതുവഴി ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം എന്ന പ്രതിഭാസത്തെയും പഠിച്ചു. പിന്നെ ഇപ്പോൾ പഠിച്ചത് സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ ഘടന. ഏതൊക്കെയായിരുന്നു 4 ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ലെറ്റേഴ്സ് അസസ് കൂടിയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.